കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 15-12-2025 ഇന്ന് PSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ പരീക്ഷ ഇന്ന് രാവിലെ നടന്നു അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിരുന്നത്, അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ശമ്പള സ്കെയില് എത്രയാണ്, അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്ര വരും, എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാം, അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്കാണ് വരുന്നത്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ പരീക്ഷയെക്കുറിച്ച് ഒരു അവലോകനവും നടത്താം. അപ്പോൾ ഇന്നത്തെ പരീക്ഷ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ പരീക്ഷ വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷ ആയിരുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം. പരീക്ഷ പ്രയാസമുള്ളതായിരുന്നു. ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ പരമാവധി നെഗറ്റീവ് മാർക്ക് വരാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നെഗറ്റീവ് മാർക്കുകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ശമ്പള സ്കെയില് എത്രയാണ്? 55, 200, 115, 300 ഇതിൻ്റെ ശമ്പള സ്കെയില് വരുന്നത്. അതുപോലെ തന്നെ ഒഴിവുകൾ ഒരു ഒഴിവാണ് നിലവിൽ ഉള്ളത്. ഇനി മുമ്പോട്ട് ലിസ്റ്റിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. പ്രസ്തുത കാലാവധിക്കുള്ളിൽ വരുന്ന ഒഴിവുകളെല്ലാം തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ എടുക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ട് നിയമനങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം. കാരണം ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യിച്ചാൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യത ഏറെയാണ്. നിലവിൽ ഓരോ ഒഴിവാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ 5312 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. അപ്പോൾ അതിൽ 67% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഹാജരായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. ഏകദേശ ഒരു കണക്കാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെ പുറത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് സിലബസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇതിൻ്റെ സിലബസ് എന്തായിരുന്നു? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗും മൈനിങ് എഞ്ചിനീയറിംഗും ഉൾപ്പെട്ടതായിരുന്നു ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ ചോദ്യങ്ങളൊക്കെ തന്നെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് അതിനകത്ത് ആൻസർ കണ്ടുപിടിക്കാൻ സാധ്യത വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു വരാനുള്ള സാധ്യത ഏറെയാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ അതിഭയങ്കരമായ പരീക്ഷയായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തി. ഇത്രയും ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനത്രയും കടുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ള ഉന്നത നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു പരീക്ഷയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം 53-നും 55-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്, അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് എന്നത്തേക്കാണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യത എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടപടികളൊക്കെ തന്നെ തുടർ നടപടികളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യത. ഏകദേശം 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതിനു വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഏകദേശം ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്ന അവസരത്തിൽ കൃത്യമായ ഡേറ്റിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച ഒരു വിശദമായ ഒരു അവലോകനമാണ്. എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.